ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 93, ശ്ലോകം 1-2. ഗുരുശിക്ഷാവർണ്ണനം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസ്വകായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗദ്ദീക്ഷ്യാ മായാവിലാസം നാനാത്വാൽ ഭ്രാന്തിജന്യാൽ സതി ഖലു ഗുണദോഷാപബോധേ വിധിർവാം വ്യാസേദോ വാ കഥം തൗ ത്വയി നിഹിതമതേർവീതവൈഷമ്യബുദ്ധഃ. അന്വയം. അർത്ഥം. തവ അവിടുത്തെ, കരുണയാ കാരുണ്യത്താൽ, ബന്ധുസ്നേഹം ബന്ധുക്കളിലുള്ള സ്നേഹം, വിജഖ്യാം ഹി ത്യജിക്കാൻ കഴിയുമല്ലോ, ത്വയി അങ്ങയിൽ, ഉപവേശിതാത്മാ മനസ്സ് സമർപ്പിച്ചവനായി, ജഗൻ ലോകം, സകലം അഭി മുഴുവനും, മായാവിലാസം മായാനിർമ്മിതമാണെന്ന് വീക്ഷ്യ ചിന്തിച്ചറിഞ്ഞിട്ട്, സർവം എല്ലാം, ത്യക്ത്വാ ത്യജിച്ചിട്ട്, ചരേയം ഞാൻ സഞ്ചരിക്കും, ഭ്രാന്തിജന്യാൻ ഭ്രാന്തി കൊണ്ടുണ്ടാകുന്ന, നാനാത്വത്തിൽ നിന്ന്, ഗുണദോഷബോധേ ഗുണദോഷജ്ഞാനം, സതി ഖലു ഉണ്ടാകുന്ന അവസരത്തിലാണല്ലോ, വിധി വിധിയോ, വ്യാസേതോ വാ ത്വയി നിഷേധമോ ഉണ്ടാകുന്നത്, ത്വയി ബ്രഹ്മസ്വരൂപനായ അങ്ങയിൽ, നിഹിതമതേ മനസ്സുറപ്പിച്ചിരിക്കുന്നവനും, വീത വൈഷമ്യ ബുദ്ധേ ഭേദബുദ്ധി പോയവനുമായ ഒരുവനെ, തൗ വിധിയും നിഷേധവും, കഥം എങ്ങനെ ഉണ്ടാകും. ഹരിവും. സാരം. അവിടുത്തെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ഞാൻ പുത്രമിത്ര കളത്രാദി ബന്ധുക്കളോടുള്ള ബന്ധം വിടർത്തി അങ്ങയിൽ തന്നെ മനസ്സിളകാതെ ഉറപ്പിച്ചു നിർത്തി. ഈ പ്രപഞ്ചവും ബന്ധങ്ങളുമെല്ലാം മായാകൽപ്പിതമാണെന്നറിഞ്ഞ് സർവകർമ്മസംഘത്തോടുകൂടി ഈ ലോകത്തിൽ സഞ്ചരിച്ചു കൊള്ളാം, ജീവിച്ചു കൊള്ളാം. ഹരിവും. ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. യസ്തന്യകർമ്മയോഗസ്തവ ഭജനമയസ്തത്ര ചാഭിഷ്ടമൂർത്തിം ഹൃദ്യാം സ്വൈകരൂപാൻ ദൃശതി ഹൃദി മൃദി ക്വാ വിഭാവയിത്വാ പുഷ്പൈർഗന്ധൈർനിവേദ്യൈരവീക്ഷ വിരജിതൈ ശക്തിദോ ഭക്തിഭൂതൈ നിത്യം വര്യാം സപര്യാം വിദദതൈ വിഭൂ ത്വത്പ്രസാദം വിഭൂ. അന്വയം. അർത്ഥം. അന്യ മുമ്പ് പറയപ്പെട്ടതിന് നന്യവും, തവ അങ്ങയുടെ, ഭജനമായ ഭജനരൂപത്തിലുള്ളതുമായ, കർമ്മയോഗം യാത്തു യാതൊന്നാകട്ടെ, തത്ര ച അതിൽ, ഹൃദ്യാം മനസ്സിനിണങ്ങുന്നതും, സത്വൈക രൂപം സഗുണമാത്രവുമായ, അഭീഷ്ടമൂർത്തി ഇഷ്ടദേവതാമൂർത്തിയെ, ദൃശതി കല്ലിലോ, ഹൃദി ഹൃദയത്തിലോ, മൃതി മണ്ണിലോ, കാവീവ എവിടെയെങ്കിലുമോ, ഭാവയിത്വ ഭാവന ചെയ്തിട്ട്, ശക്തിത കഴിവനുസരിച്ച്, വിരചിതൈ നവീകരിക്കപ്പെട്ടതും, ഭക്തിഭൂതൈ ഭക്തി കൊണ്ട് പവിത്രവുമായ, പുഷ്പൈ പുഷ്പങ്ങൾ കൊണ്ടും, ഗന്ധൈ ഗന്ധങ്ങൾ കൊണ്ടും, നിവേദ്യൈ അഭി നിവേദ്യങ്ങൾ കൊണ്ടും, നിത്യം എന്നും, വര്യാം ശ്രേഷ്ഠമായ, സവര്യാം പൂജയെ, വിദത ചെയ്യുന്നവനായി, വിഭോ പ്രഭു, ത്വത്പ്രസാദം അങ്ങയുടെ പ്രസാദം, ഭജേയം ജപിച്ചു കൊള്ളാം. ഹരിവും. സാരം. മുൻപ് പറയപ്പെട്ടതല്ലാതെ വേറൊരു
ഭഗവത് ഭജന രൂപമായ കർമ്മയോഗമുണ്ട്. ഭഗവാനെ ഏതെങ്കിലും ഇഷ്ടദേവതാ രൂപത്തിൽ കല്ലിലോ മനസ്സിലോ ഹൃദയത്തിലോ ആവാഹിച്ച് പുഷ്പങ്ങൾ, ചന്ദനാദികൾ, നിവേദ്യങ്ങൾ എന്നിവ കൊണ്ട് ശാസ്ത്രവിധി അനുസരിച്ച് നിയമേന നിത്യവും പൂജ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാൻ കഴിയും. ഹരി ഓം.